ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറം 11 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എച്ച് ആൻഡ് കെ ആർ ടു സബ് ഗ്രൂപ്പ് ഓഫ് ജി, ദെൻ എച്ച് ഇൻ്റർസെക്ഷൻ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അതായത് ഇവിടെ എച്ചും കെയും ജിയുടെ രണ്ട് സബ് ഗ്രൂപ്പുകളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എച്ച് ഇൻ്റർസെക്ഷൻ കെയും സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫിലോട്ട് പോയാലോ. ലെറ്റ് എച്ച് ആൻഡ് കെ ബി ടു സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുകയാണ്. എച്ചിലുള്ള രണ്ട് എലമെൻറ്റ്സ് ആണ് എയും ബിയും. എച്ച് ഒരു സബ് ഗ്രൂപ്പാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ദെൻ ബൈ തിയറം 9 നമ്മൾ 9 പഠിച്ചിട്ടുണ്ട്. എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എയും ബിയും എച്ചിലുള്ള രണ്ട് എലമെൻറ്റ്സ് ആണെങ്കിൽ എ ബി ഇൻവേഴ്സും ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. ഇത് ഓൾറെഡി പഠിച്ച തിയറാണ്. നിങ്ങൾ തിയറംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ബൈ ഹാർട്ട് ചെയ്യണം. കാരണം നമുക്ക് ഓരോ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൂഫ് പഠിക്കണം. ഡയറക്റ്റ് പ്രൂഫ് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം തിയറം 9 വെച്ച് അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് എയും ബിയും എച്ച് ഇൻ്റർസെക്ഷൻ കെയിലെ രണ്ട് എലമെൻറ്റ്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻ്റർസെക്ഷൻ ആണല്ലോ. അപ്പോൾ എയും ബിയും എച്ചിലും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എയും ബിയും കെയിലും ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞുകൂടെ എ കോമ ബി ബിലോങ്സ് ടു എച്ച് ആൻഡ് എ കോമ ബി ബിലോങ്സ് ടു കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ വെച്ചിട്ട് എന്ത് പറയാം, എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആണെന്ന് പറയാം. കാരണം എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു കെ എന്നും പറഞ്ഞുകൂടെ, കാരണം കെയും ഒരു സബ് ഗ്രൂപ്പാണ്. എയും ബിയും കെയിലുള്ള രണ്ട് എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി ഇൻവേഴ്സ് എച്ചിലും ഉണ്ടായിരിക്കും കെയിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ഇൻ്റർസെക്ഷൻ കെ. അപ്പോൾ എച്ച് ഇൻ്റർസെക്ഷൻ കെയിൽ എ ബി ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് പറയാം, എച്ച് ഇൻ്റർസെക്ഷൻ കെ ഈസ് ദ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇത് ബൈ തിയറം 9 ആണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. തിയറം 12 നോക്കാം. എ ഗ്രൂപ്പ് ജി ഈസ് അബീലിയൻ ഇഫ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ബി എ ഈക്വൽ ടു ഇ. ഇത് ബി ആണ്. ഒരു ഗ്രൂപ്പ് അബീലിയൻ ആവുന്നത് എപ്പോഴാണ്, ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ബി എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് അബീലിയൻ ഗ്രൂപ്പ് എന്നറിയണം. എന്താ അബീലിയൻ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പ് അബീലിയൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, ആ ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം. അതായത് എന്ത് കിട്ടണം, എ ബി ഈക്വൽ ടു ബി എ എന്ന് കിട്ടണം. അപ്പോഴാണ് ഒരു ഗ്രൂപ്പ് അബീലിയൻ ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ബി എ ഇൻവേഴ്സ് ബി എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എലമെൻറ്റിനെ അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൂടെ. കാരണം ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സിനെ ബി എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ബി എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി എ. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് കാണാൻ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എന്താ, എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തൂടെ, ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ്. അതായത് തിരിച്ചെടുത്തിട്ട് ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്താ, അത് എ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്താ, അത് ബി ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് എ ബി എന്ന് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിച്ച്, അതായത് ഇവിടെ നമ്മൾ ഇൻവേഴ്സ് എടുത്തു. ഇൻവേഴ്സിൻ്റെ ആൻസർ ബി ആണെന്ന് നമ്മൾ ഓൾറെഡി എഴുതി. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യണം. ആ ഒരു ഇക്വേഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എ ബി എന്ന് കിട്ടും ഈക്വൽ ടു ബി എ. എ ബി ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഗ്രൂപ്പ് എന്തായിരിക്കും, അബീലിയൻ ആയിരിക്കും. സിമ്പിളല്ലേ. തിയറം 13 നോക്കാം. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ജി ഈസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ് ദെൻ ജി ഈസ് അബീലിയൻ. ഇവിടെ എന്താ പറയുന്നത്, ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇൻവേഴ്സ് ആ
എലമെൻറ്റ് തന്നെ ആണെങ്കിൽ ജി ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം. എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ ബി ഈക്വൽ ടു ബി എ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റ്സും ഇപ്പോൾ എ ബിലോങ്സ് ടു ജി ആണെങ്കിൽ എൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ജിയിലുള്ളൊരു എലമെൻ്റ് ആണെങ്കിൽ ബീൻ്റെ ഇൻവേഴ്സും എന്ത് തന്നെയായിരിക്കും? ബി തന്നെയായിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ. എല്ലാ എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സ് ആ എലമെൻറ്റ് തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അബീലിയൻ ഗ്രൂപ്പാണ്. ജി എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രൂഫിലോട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു എയും ബിയും ജിയിലുള്ള 2 എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ. കാരണം എന്താ? ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ഇത് ഇവിടെ ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. എ ബിലോങ്സ് ടു ജി ആണെങ്കിൽ ബി ബിലോങ്സ് ടു ജി ആണെങ്കിൽ എന്ത് പറയാം? എ ബി ബിലോങ്സ് ടു ജി എന്ന് പറഞ്ഞൂടെ? ബൈ ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എയും ബിയും ജിയിലുണ്ടെങ്കിൽ എ ബി ബിലോങ്സ് ടു ജി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജിയുടെ ഒരു എലമെൻ്റ് അല്ലേ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ത് തന്നെയായിരിക്കും? എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ബി തന്നെ ആയിരിക്കും. കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജിയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇൻവേഴ്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ബി തന്നെയാണ്. അതാണ് ഇവിടെ എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ബി എന്ന് എഴുതിയത്. പക്ഷെ നെക്സ്റ്റ് നമ്മൾ എ ബി ഇൻവേഴ്സിൻ്റെ ശരിക്കുള്ള ഇക്വേഷൻ എഴുതി. എന്താ? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. അതിനുശേഷം അതായത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എ ബി എന്ന് പറയുന്നത് ജിയിലുള്ളൊരു എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ബി എന്ന് എഴുതാം. ഇനി എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അതിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. ഇനി ബി ഇൻവേഴ്സ് എന്താ ഈ കേസിൽ? നമ്മൾ പറഞ്ഞു ബി ഇൻവേഴ്സ് എന്ന് പറയും. ബീൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി തന്നെയാണ്. എ ഇൻവേഴ്സ് എന്താ? എ തന്നെയാണ്. ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു എ ബി. ഇത് തന്നെയല്ലേ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. സോ ജി എന്താണ്? ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. നെക്സ്റ്റ് തിയറം 14 ഡിസ്കസ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: എ ഗ്രൂപ്പ് ജി ഈസ് അബീലിയൻ ഇഫ് എവരി എലമെൻറ്റ് ഈസ് ഓഫ് ഓർഡർ 2. ഒരു ഗ്രൂപ്പ് അബീലിയൻ ആവും എപ്പോഴാണ്? ഇഫ് എവരി എലമെൻറ്റ് ഓഫ് ഓർഡർ 2. എല്ലാ എലമെൻറ്റിൻ്റെയും ഓർഡർ 2 ആവുന്ന കേസിൽ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താണ് ഓർഡർ ഓഫ് എൻ എലമെൻ്റ് എന്ന് അറിയണം. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓർഡർ ഓഫ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു. എ എന്ന് പറയുന്നത് ജിയിലുള്ളൊരു എലമെൻ്റാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്ന ഏറ്റവും സ്മോളസ്റ്റ് എന്നിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർഡർ ഓഫ് ദ എലമെൻറ്റ് എ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി ഓർഡർ ഓഫ് എലമെൻറ്റ് എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓർഡർ എന്ത് തന്നിട്ടുണ്ട്? ഓൾറെഡി തന്നിട്ടുണ്ട് എൻ ഇസ് ഈക്വൽ ടു 2 ആണ്. കാരണം ഇവിടെ എൻ എന്ന് വരുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. കാരണം ഓർഡർ ഓഫ് എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എന്ന് എഴുതാം. കാരണം 2 ഓർഡർ ഓഫ് എ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ജിയിലെ വേറൊരു എലമെൻ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ബിലോങ്സ് ടു ജി ആണ്, ബി ബിലോങ്സ് ടു ജി ആണെങ്കിൽ എ ബി എന്തായിരിക്കും? ബിലോങ്സ് ടു ജി ആയിരിക്കും ബൈ ക്ലോഷർ പ്രോപ്പർട്ടി. ജിയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഓർഡർ എന്താണ്? 2 ആണ്. അപ്പോൾ എ ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഐഡൻറ്റിറ്റി എലമെൻറ്റ് തന്നെയായിരിക്കും. എ ബി എന്ന് പറയുന്ന ജിയിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഓർഡറും എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. അതാണ് ഇവിടെ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ എന്ന് എഴുതാനുള്ള റീസൺ. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർഡർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം ഈ പ്രൂഫ് നോക്കിയാൽ മതി, ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ ഇ എന്ന് എഴുതി. എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം അല്ലേ? സ്ക്വയർ ആണ്. അപ്പോൾ എ ബി ഇൻറ്റു എ ബി ഈക്വൽ ടു ഇ. ഇനി ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റാം. എ ഇൻറ്റു ബി ഈക്വൽ ടു ഇ എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ എ ഓൺ ലെഫ്റ്റ് സൈഡ് ആൻഡ് ബി ഓൺ റൈറ്റ് സൈഡ്. അപ്പോൾ രണ്ട് സൈഡിലും എ ലെഫ്റ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക, ബി റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു എ ബി ഈക്വൽ ടു എ ഇ ബി. ഇവിടെ ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്.
അപ്പോൾ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് കൊണ്ട് എന്തിനു മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എ ബി തന്നെയായി. ഇവിടെ എ ഇൻറ്റു എ സ്ക്വയർ ആയി, ബ്രാക്കറ്റ് അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ ബി ഇൻറ്റു ബി ബി സ്ക്വയർ ആയി. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ എന്താ, ഐഡൻറ്റിറ്റി എലിമെൻറ്റാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം, ഐഡൻറ്റിറ്റി എലിമെൻറ്റ് തന്നെയാണ്. കാരണം ബീൻ്റെ ഓർഡറും 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഐഡൻറ്റിറ്റി എലിമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ എലിമെൻറ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ ബി എ ഈക്വൽ ടു എ ബി, ജി ഈസ് അബീലിയൻ. നെക്സ്റ്റ് തിയറം 15 ആണ്. എവരി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. എല്ലാ സൈക്ലിക് ഗ്രൂപ്പും അബീലിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൂഫിലോട്ട് പോവാം. ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് ജനറേറ്റർ എ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് അറിയണം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് വാട്ട് ഈസ് സൈക്ലിക് ഗ്രൂപ്പ്. സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻസിനെയും ആ ഒരു ഗ്രൂപ്പിൽ തന്നെ വേറൊരു എലമെൻറ്റുമായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജിയിലുണ്ടെന്ന് വിചാരിക്കും. a⁻1 ചെയ്യുമ്പോൾ ജിയിലുള്ള വേറൊരു എലമെൻറ്റ് കിട്ടും. a² ചെയ്യുമ്പോൾ വേറൊരു എലമെൻറ്റ് കിട്ടും. a³ ചെയ്യുമ്പോൾ വേറൊരു എലമെൻറ്റ് കിട്ടും. അങ്ങനെ എക്സെട്രാ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജിയിലുള്ള എല്ലാ എലമെൻസിനെയും എ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ജീന് എന്ത് പറയാം, ഒരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് പറയാം. ആ ഒരു എലമെൻറ്റ് എന് ജനറേറ്റർ ഓഫ് ജി എന്ന് പറയാം. കാരണം എ വെച്ചിട്ടാണ് നമ്മളെല്ലാ ബാക്കിയുള്ള എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് അത് മനസ്സിലാക്കുക. നിങ്ങൾ അവിടുന്ന് ഓൾറെഡി വേറൊരു ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ആദ്യം എന്താണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കുക, അതിനുശേഷം പ്രൂഫ് നോക്കുക. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് ജനറേറ്റർ എ. ഇവിടുത്തെ ജനറേറ്റർ എന്താ, എ ആണ് ജനറേറ്റർ. സപ്പോസ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ജി. ജിയിലുള്ള 2 എലമെൻറ്റ്സ് ആണ് എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ വെച്ച് എക്സിനെയും വൈനെ റെപ്രസെൻറ്റ് ചെയ്തൂടെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജിയിലുള്ള എല്ലാ എലമെൻസിനെയും എ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എനെ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ് ഇസ് ഈക്വൽ ടു a⁻n എന്നെടുത്തു. എൻ്റെ ഏതോ ഒരു പവറിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എക്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു a⁻m എന്നെടുത്തു. അതെടുത്തുന്നൊരു കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. കാരണം ഡിഫറെൻറ്റ് പവർ, എൻ്റെ ഡിഫറെൻറ്റ് പവർ എടുക്കുന്ന സമയത്ത് നമുക്ക് ജിയിലുള്ള ഓരോ എലമെൻറ്റ്സ് കിട്ടും. അപ്പോൾ എക്സും വൈയും ജിയിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് അതിനെ a⁻n എന്നും a⁻m എന്നെടുത്തു. ഇനി നമുക്ക് എന്തെഴുതാം, എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു a⁻n ഇൻറ്റു a⁻m എന്നെഴുതാം. എഴുതിക്കൂടെ? എന്നിട്ട് അതിന് പവർ ആഡ് ചെയ്യാൻ നമുക്കറിയാം. എയും എയും സെയിം ആയതുകൊണ്ട് a⁻n+m എന്നെഴുതി. പിന്നെ പ്ലസ് എന്നുള്ളത് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ, അഡീഷൻ എന്തായാലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്കതിനെ m+n എന്ന് തിരിച്ചെഴുതാം. അതിനുശേഷം നമുക്ക് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഈ a⁻m+n സ്പ്ലിറ്റ് ചെയ്ത് a⁻m ഇൻറ്റു a⁻n എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും, എക്സ് വൈ ഇസ് ഈക്വൽ ടു ഈ a⁻m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈ ആണ്. a⁻n എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ആണ്. അപ്പോൾ തിരിച്ച് നമുക്ക് എന്തെഴുതാം, ഇവിടെ വൈ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അത് തന്നെയല്ലേ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ എക്സ്. കാരണം എക്സും വൈയും എവിടുത്തെ എലമെൻ്റാണ്, ജിയിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കതിനെ തിരിച്ചു എഴുതാൻ പറ്റുന്നുണ്ട്. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജി ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. തിയറം 16 നോക്കാം. If A is a generator of a cyclic group G, then A inverse is also a generator of G. ഇവിടെ എന്താ പറയുന്നത്, എ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ ആണെങ്കിൽ എ ഇൻവേഴ്സും ജിയുടെ ജനറേറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ ജനറേറ്റർ എന്നറിയാലോ, ഒരു ഗ്രൂപ്പിലുള്ള ഒരു എലമെൻറ്റ് വെച്ച് ബാക്കിയുള്ള എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ജനറേറ്റർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എ എന്ന് ജനറേറ്റർ ആയിട്ട് എടുത്തെന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ, നമുക്കതിൽ a⁻1 ചെയ്യുമ്പോൾ ഒരു എലമെൻറ്റ് കിട്ടും, a⁻2 ചെയ്യുമ്പോൾ ഒരു എലമെൻറ്റ് കിട്ടും, a³ അങ്ങനെ ഡിഫറെൻറ്റ് പവേഴ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്കതിലുള്ള ജിയിലുള്ള ഓരോ എലമെൻസിനെയും കിട്ടും. ജനറലൈസ് ചെയ്ത് നമ്മൾ a⁻n എന്ന് എഴുതും. അതായത് എന്നിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത് ജിയിലുള്ള എലമെൻസിനെ ആയിരിക്കും. ഓക്കെ, അതിനാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എ ജനറേറ്റർ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി എ ഇൻവേഴ്സും ജനറേറ്റർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എ ജനറേറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ലെറ്റ് എ ബി എ ജനറേറ്റർ ഓഫ് ജി. എക്സ് എന്ന് പറയുന്നത് ജിയിലുള്ള ഒരു എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ നമുക്ക് എൻ്റെ പവറാക്കി എഴുതാം. അതായത് a⁻n എന്ന് എഴുതി. അപ്പോൾ ഓരോ എലമെൻസിനെയാണ് എക്സ് റെപ്രസെൻറ്റ് ചെയ്തത്. എന്നിന് ഓരോ നമ്പേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ജിയിലുള്ള ഓരോ എലമെൻറ്റ്സ് കിട്ടും. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതിക്കൂടെ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു a⁻n ആണ്. ഈ a⁻n നമുക്ക് a⁻−1
-1 ഓൾ റേസ് ടു -n എന്ന് എഴുതി കൂടെ? കാരണം അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1 × -n എന്ത് തന്നെ വരും? -n a റേസ് ടു n തന്നെ വരും. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. a റേസ് ടു -1 ഓൾ റേസ് ടു -n എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇവിടെ x = a റേസ് ടു n താഴെ a റേസ് ടു -1 ഓൾ റേസ് ടു -n എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? a ഇൻവേഴ്സിൻ്റെ എല്ലാ പവേഴ്സും എടുക്കുന്ന സമയത്തും x എന്ന് പറഞ്ഞ ജിയിലുള്ള എലമെൻസിനെ തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു x എന്നുള്ളതിന് a റേസ് ടു n എന്ന് എഴുതി കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റും ജിയിലുള്ള ഓരോ എലമെൻറ്റും കിട്ടും. അപ്പോൾ ഇതിന് a ഇൻവേഴ്സ് ഓൾ റേസ് ടു -n എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? x n തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ a ഇൻവേഴ്സ് എന്ന് പറയുന്നതും ജനറേറ്ററായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം n ഓരോ വാല്യൂ കൊടുക്കുന്ന സമയത്ത് x തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ a ഇൻവേഴ്സ് ഈസ് ഓൾസോ എ ജനറേറ്റർ ഓഫ് G. നെക്സ്റ്റ് തിയറം 17 ആണ് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഓൾസോ സൈക്ലിക്. അതായത് ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും സൈക്ലിക് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫിലോട്ട് പോവാം. ലെറ്റ് G be a cyclic group generated by A, then every element of G is of the form a raised to n. അപ്പോൾ ആദ്യം നമുക്ക് എന്താ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് അറിയണം. സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പിലുള്ള ഒരു എലമെൻറ്റ് വെച്ചിട്ട് നമുക്കതിലെ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുക. ഏത് എലമെൻറ്റ് വെച്ചാണോ നമ്മളതിനെ ജനറേറ്റ് ചെയ്യുന്നത് ആ എലമെൻറ്റിനെയാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജനറേറ്ററായിട്ട് എടുത്തിട്ടുള്ളത് എനെയാണ്. അപ്പോൾ അതിലുള്ള എല്ലാ എലമെൻറ്റും ഏത് ഫോർമാറ്റിലായിരിക്കും? a റേസ് ടു n ഫോർമാറ്റിലായിരിക്കും. അതായത് നമുക്ക് a റേസ് ടു 1 ചെയ്യുമ്പോൾ അതിലുള്ള ഒരു എലമെൻറ്റ് കിട്ടും, a² ചെയ്യുമ്പോൾ ഒരു എലമെൻറ്റ്, a³ a റേസ് ടു 4. അതായത് ഓരോ പവർ കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് G എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിനെ ആയിരിക്കും. അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്തിട്ടാണ് a റേസ് ടു n എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. സിൻസ് H ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G. H എന്ന് പറയുന്നത് ജിൻ്റെ സബ് ഗ്രൂപ്പാണ്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എച്ചും ഒരു സൈക്ലിക് ഗ്രൂപ്പാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എച്ചിലുള്ള ഒരു എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി എച്ചിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്താ? എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ജിയിലുള്ള എല്ലാ എലമെൻസും a റേസ് ടു n ഫോർമാറ്റിലാണെങ്കിൽ എച്ചിലുള്ള എല്ലാ എലമെൻസും അതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കില്ലേ? a റേസ് ടു n. കാരണം എച്ച് എന്ന് പറയുന്നത് ജീൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഇവിടെയുള്ള എലമെൻസും ഏത് ഫോർമാറ്റിൽ തന്നെയാണ്? a റേസ് ടു n എന്നുള്ള ഫോർമാറ്റിൽ തന്നെയാണ്. വേർ n ഈസ് ആൻ ഇൻറ്റിജർ. ഇനി ഇവിടെ എടുക്കുന്നത് ലെറ്റ് m ബി ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് a റേസ് ടു m ബിലോങ്സ് ടു h. ഈ a റേസ് ടു m എന്ന് പറയുന്നത് എച്ചിലുള്ള ഒരു എലമെൻ്റ് ആണ്. അവിടെ എടുക്കുന്ന m-ൻ്റെ പ്രത്യേകത എന്താ? ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. അവിടെയുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റിജർ ആയിട്ടാണ് എമ്മിനെ എടുത്തിട്ടുള്ളത്. ഈ a റേസ് ടു m എന്ന് പറയുന്ന എലമെൻറ്റ് എച്ചിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ a റേസ് ടു m-നെ എച്ചിൻ്റെ ജനറേറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ഈ a റേസ് ടു m വെച്ച് നമുക്ക് ഇതിലുള്ള എല്ലാ എലമെൻസിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ a റേസ് ടു m ഓൾ റേസ് ടു 1, a റേസ് ടു m ഓൾ റേസ് ടു 2, അങ്ങനെ ഓരോ പവേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് എച്ചിലുള്ള എലമെൻസിനെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈക്ലിക് ഗ്രൂപ്പാണെന്ന് പറയാം. ഇനി അത് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. സപ്പോസ് നമ്മളിവിടെ എച്ചിലുള്ള ഒരു എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് a റേസ് ടു s-നെയാണ്. എന്തുകൊണ്ടാണ് a റേസ് ടു s എടുത്തത്? a റേസ് ടു s ആയിട്ടാണ് നമ്മൾ എച്ചിലുള്ള എലമെൻറ്റിനെ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ x എന്നും y എന്നൊക്കെയാണ് എലമെൻസിനെ എടുക്കാറ്. ഇവിടെ a റേസ് ടു s എന്ന് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എച്ചിലുള്ള എല്ലാ എലമെൻസും ഏത് ഫോർമാറ്റിലാണ്? a റേസ് ടു n ഫോർമാറ്റിലാണ്. അപ്പോൾ ഇവിടെ n-ന് പകരം നമ്മൾ ഒരു ജനറലൈസ് ചെയ്ത് s എന്നുള്ളൊരു എലമെൻ്റായിട്ട് എടുത്തു. അപ്പോൾ a റേസ് ടു s ആണ് എച്ചിലുള്ള ഒരു എലമെൻറ്റ്. ആ എലമെൻറ്റിനെ നമുക്ക് a റേസ് ടു m കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ പോരെ? a റേസ് ടു m-ൻ്റെ ഏതോ ഒരു പവർ എടുക്കുമ്പോഴാണ് a റേസ് ടു s കിട്ടുന്നതെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇവിടെ കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള s എന്ന് പറയുന്നത് m-ൻ്റെ ഒരു മൾട്ടിപ്പിളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? a റേസ് ടു s-നെ a റേസ് ടു m³ എന്ന് എഴുതാം. അതായത് a റേസ് ടു m ഓൾ റേസ് ടു q. അതായത് a റേസ് ടു m-ൻ്റെ ഒരു പവറാക്കി എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ആദ്യം എടുത്തത് s-നെ m-ൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആവുന്ന കേസിൽ എന്ത് പറയാം? a റേസ് ടു m³ നെ a റേസ് ടു m ഓൾ റേസ് ടു q.
അതായത് എ റേസ് ടു എമ്മിൻ്റെ ഒരു പവർ ആക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നുണ്ട്, എ റേസ് ടു എസ് എന്ന് പറയുന്ന എലമെൻറ്റിനെ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, എച്ചിലുള്ള ഒരു എലമെൻ്റ് ആയിട്ടുള്ള എ റേസ് ടു എസ്സിനെ എ റേസ് ടു എമ്മിൻ്റെ പവറാക്കി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എ റേസ് ടു എം എന്ന് പറയുന്നത് ജനറേറ്റർ ഓഫ് എച്ച് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എച്ച് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഈ കേസ് ഓക്കെ. എസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് എം ആവുന്ന കേസ് ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് കേസ് 2. എസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് എം അല്ല. നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എസ് ഇസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ ആണ്. ഇവിടെ ആറിൻ്റെ പ്രത്യേകത 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. എമ്മിനേക്കാൾ ചെറിയൊരു നമ്പറിനെയാണ് ആറാക്കി എടുത്തിട്ടുള്ളത്. അതായത് എം ക്യൂ പ്ലസ് ആറ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മൾട്ടിപ്പിൾ ഓഫ് എം ആയിരിക്കില്ല. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് വരിക, എ റേസ് ടു എസ് എസ് ഈക്വൽ ടു എ റേസ് ടു എം ക്യൂ പ്ലസ് ആർ. എസിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പവറിനെ സ്പ്ലിറ്റ് ചെയ്തു. എ റേസ് ടു എം ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ ആക്കി എഴുതി. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കിട്ടും, എ റേസ് ടു ആർ ഇസ് ഈക്വൽ ടു, അതായത് എ റേസ് ടു ആർ, എ റേസ് ടു എസ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് എ റേസ് ടു ആർ എന്ത് കിട്ടും, എ റേസ് ടു ആർ ഇസ് ഈക്വൽ ടു ഈ എ റേസ് ടു എം ക്യൂവിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ റേസ് ടു എസ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ ആണ്. ഓക്കെ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എ റേസ് ടു എം ഓൾ റേസ് ടു ക്യൂ, കാരണം നമുക്ക് എ റേസ് ടു എമ്മിൻ്റെ പവർ ആക്കിയിട്ടാണ് കിട്ടേണ്ടത്, ഇൻറ്റു എ റേസ് ടു ആർ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, ഇതാണ് എ റേസ് ടു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നിന്ന് നമുക്ക് എ റേസ് ടു ആർ ഇസ് ഈക്വൽ ടു, ഇവിടെ എ റേസ് ടു എസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഈ റൈറ്റ് സൈഡിലുള്ള എ റേസ് ടു എം ഓൾ റേസ് ടു ക്യൂവിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. അതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എ റേസ് ടു എം ഓൾ റേസ് ടു മൈനസ് ക്യൂ എന്ന് വരും. ഓക്കെ, എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു എം ഓൾ റേസ് ടു മൈനസ് ക്യൂ, അതായത് എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു മൈനസ് എം ക്യൂ. അതുകൊണ്ടാണ് അവിടെ എ റേസ് ടു മൈനസ് എം ക്യൂ എന്ന് കിടക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അതുകൊണ്ടാണ് എ റേസ് ടു ആർ ഇസ് ഈക്വൽ ടു അവിടെ എ റേസ് ടു എസ് ഇൻറ്റു ഇവിടെ എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു മൈനസ് എം ക്യൂ വരാനുള്ള റീസൺ അതവിടെ എഴുതിയിട്ടുണ്ട്. എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു എം ഓൾ റേസ് ടു മൈനസ് ക്യൂ. ഇനി ഈ എ റേസ് ടു ആർ എന്ന് പറയുന്നത് ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. അത് വരുന്നതും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കി പഠിക്കാം. അതായത് എ റേസ് ടു എസ് എന്നുള്ളത് ഓൾ ബിലോങ്സ് ടു എച്ച് ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എ റേസ് ടു എസ് എന്നുള്ളതാണ് എച്ചിലുള്ള ഒരു എലമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി എ റേസ് ടു എം ഇവിടെ തന്നെയുള്ള എലമെൻ്റാണ്, എച്ചിലുള്ള എലമെൻ്റാണ്. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. എച്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എ റേസ് ടു എം എന്ന് പറയുന്നത് എച്ചിലുള്ള ഒരു എലമെൻ്റ് ആയതുകൊണ്ടും അതിൻ്റെ ഇൻവേഴ്സും എവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും, എച്ച് തന്നെ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എ ഉണ്ടെങ്കിൽ അവിടെ എ സ്ക്വയർ ഉണ്ടായിരിക്കും, എ ക്യൂബ് ഉണ്ടായിരിക്കും. അതായത് ഡിഫറെൻറ്റ് പവേഴ്സും എച്ചിലുള്ള എലമെൻ്റ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് എ റേസ് ടു എം ഓൾ റേസ് ടു മൈനസ് ക്യൂവും എവിടുത്തെ എലമെൻ്റാണ്, എച്ചിലുള്ള എലമെൻ്റാണ്. ഓക്കെ, ഇതും ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് ഗ്രൂപ്പിലുള്ള എച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് ആവുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എഴുതിയത് കണ്ടോ, എ റേസ് ടു എസ്സും എച്ചിലുള്ള എലമെൻ്റാണ്, എ റേസ് ടു എം ഓൾ റേസ് ടു മൈനസ് ക്യൂ എച്ചിലുള്ള എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ബൈ ക്ലോഷർ പ്രോപ്പർട്ടി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അതെവിടെ തന്നെ ഉണ്ടാവും, എച്ചിലുള്ള എലമെൻ്റ് തന്നെ ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്താ, എ റേസ് ടു ആർ ബിലോങ്സ് ടു എച്ച്. എ റേസ് ടു ആർ എന്ന് പറയുന്നത് എച്ചിലുള്ള ഒരു എലമെൻ്റ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എ റേസ് ടു എം ബിലോങ്സ് ടു എച്ച് ആണ്, വേർ എം ഈസ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ. എം ആണ് ഏറ്റവും ചെറിയ ഇൻറ്റിജർ ആയിട്ട് അവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ ആറ് നമ്മൾ എങ്ങനെ എടുത്തിട്ടുള്ളത്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. എമ്മിനേക്കാൾ ചെറിയൊരു എലമെൻ്റാണ് ആറ്. അങ്ങനെ ആകുമ്പോൾ എ റേസ് ടു ആർ എന്ന് പറയുന്നത് എച്ചിൽ ഉണ്ടാവാൻ പാടുമോ, അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ. കാരണം ഏറ്റവും ചെറിയ എലമെൻ്റ് ആയിട്ടുള്ളത് എം ആണ്, എമ്മിനേക്കാൾ ചെറിയൊരു എലമെൻ്റാണ് ആറ്. അങ്ങനെ ആകുമ്പോൾ ആ 6 പവറായിട്ട് വരുന്ന എലമെൻ്റ് ഒരിക്കലും എച്ചിൽ വരില്ല, അങ്ങനെ വരാൻ പാടില്ല, അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഈ എ റേസ് ടു ആർ എച്ചിൽ ഉണ്ടാവാൻ പാടില്ല.
അങ്ങനെ അതിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, അതൊരു കോൺട്രഡിക്ഷനാണ്. സോ ഈ കേസ് 2ൽ നമ്മൾ എസ് ഇസ് ഈക്വൽ ടു MQ+R എന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ? കേസ് 1 തന്നെ കൺസിഡർ ചെയ്യണം. കേസ് 1ൽ എന്താ പറഞ്ഞത്? എസ് എന്ന് പറയുന്നത് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് MQ. R ഇസ് ഈക്വൽ ടു എന്താ എടുക്കാൻ പറ്റൂ? 0 തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് A⁻S-നെ A⁻M⁻Q എന്ന് എഴുതാം. അതായത് A⁻M വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാം എച്ചിലുള്ള എല്ലാ എലമെൻസിനെയും. അത് തന്നെയല്ലേ സൈക്ലിക് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എച്ചിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് വെച്ച് ബാക്കിയുള്ള എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തു പറയാം? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, hence H is generated by A⁻M, therefore H is a cyclic group.